യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം സന്തോഷത്തോടുകൂടി ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 46 അധ്യായം 1 തിരുവചനം. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൽ നമ്മൾ വിശ്വാസത്തോടെ ദൈവത്തെ പ്രഘോഷിക്കുന്നുണ്ട്. അത്യുന്നതൻ്റെ സംരക്ഷണത്തിലും സർവശക്തൻ്റെ തണലിലുമാണ് ഞാൻ കഴിയുന്നതെന്ന്. അതുതന്നെയാണ് 46 സങ്കീർത്തനത്തിൻ്റെ തുടക്കം നമ്മളോട് പറയുന്നത്. ദൈവം മാത്രമേ ഉള്ളൂ നമ്മുടെ അഭയവും ശക്തിയും. ഈ ലോകത്തിൽ ആരെ നിങ്ങൾ സഹായത്തിനായിട്ട് സമീപിച്ചാലും, ആരുടെ അടുക്കൽ നിങ്ങൾ ആശ്രയം തേടിയാലും, അവരെല്ലാം അതിൽ നിന്ന് മറ്റെന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കും. എന്നാൽ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലാണ് നീ അഭയം തേടുന്നതെങ്കിൽ അവിടുന്ന് നിൻ്റെ ശക്തിയായി മാറും. നിൻ്റെ അവസ്ഥകളിൽ അവിടുന്ന് നിൻ്റെ സഹായമായി മാറും. നിനക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നീ അഭിമുഖീകരിക്കുന്നുണ്ടോ? നീ ആഗ്രഹിക്കുന്ന ഒന്നും നടക്കുന്നില്ലെങ്കിലും നീ ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങിയാൽ, നിൻ്റെ കഴിവുകളെല്ലാം മാറ്റിവെച്ചിട്ട്, നിൻ്റെ അറിവുകൾ മാറ്റിവെച്ചിട്ട് ദൈവമായ കർത്താവിൽ നീ ആശ്രയിക്കാൻ തുടങ്ങിയാൽ, നിൻ്റെ ഇപ്പോഴുള്ള കഷ്ടതകളിൽ നിന്ന് അവിടുന്ന് നിനക്ക് താങ്ങും തണലുമായി നിന്നെ ഉയർത്തുന്നത് കാണുവാൻ സാധിക്കും. ദൈവം എപ്പോഴും എൻ്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം ആരെല്ലാം നിലനിർത്തുന്നോ അവരെ ദൈവം കൈപിടിച്ച് നടത്തുക തന്നെ ചെയ്യും. നമ്മുടെ കഴിവുകളിലാണ് നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ ആ കഴിവുകൾ നമ്മളുടെ തകർച്ചയ്ക്ക് കാരണമാകും. എന്നാൽ ഈ ലോകത്ത് നീ എത്ര കഷ്ടതകൾ അനുഭവിച്ചാലും ദൈവത്തിലാണ് നീ ആശ്രയിക്കുന്നതെങ്കിൽ ആ ദൈവം നിനക്ക് തുണയായി തന്നെ മാറും. ആ കഷ്ടതകളിൽ നിന്ന് നീ വിജയത്തിലേക്ക് വരും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം ദൈവകൃപയാൽ അനുഗ്രഹമായി മാറട്ടെ. നിങ്ങളുടെ വിഷമങ്ങളും കഷ്ടതകളും എല്ലാം ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ആ കർത്താവിൻ്റെ അടുക്കൽ പറയാം, ദൈവമേ, ഞാൻ ലോകത്തിൽ ആശ്രയിക്കുന്നില്ല, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ. എൻ്റെ മുന്നിലും പിന്നിലും വശങ്ങളിലും എനിക്ക് താങ്ങും തണലുമായി നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകണം. ലോകം എന്നെ ഉപേക്ഷിച്ചു പോയാലും നീ എന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എൻ്റെ ഈ കഷ്ടദിനങ്ങളിൽ നീ എനിക്ക് താങ്ങും തണലുമാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ തലകുമ്പിടാം. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ അടുക്കിലേക്ക്
യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. എൻ്റെ രക്ഷകനും നാഥനും ദൈവവുമായ യേശുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.